മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്വയംവരം എന്ന സീരിയൽ ശാരിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആര്യ അനിലിനെ നിങ്ങൾക്കൊക്കെ പരിചിതമാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ മാർച്ച് 28 നടന്ന ആര്യയുടെ വിവാഹവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ആര്യയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചേർത്തല സ്വദേശി രഞ്ജിത്ത് കൃഷ്ണൻ. തങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹ വാഗ്ദാനം നൽകി ആര്യ ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നുമാണ് രഞ്ജിത്ത് ആരോപിക്കുന്നത്. അതുമാത്രമല്ല, പ്രണയത്തിലായിരുന്ന സമയത്ത് ഇരുവരും ഒരുമിച്ച് നിരവധി ഹോട്ടലുകളിലും മറ്റും താമസിച്ചിട്ടുണ്ട് എന്നും അക്കാലത്ത് ആര്യയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു താനെന്നും രഞ്ജിത്ത് പറയുന്നു. കൂടാതെ അടിപ്പാവാട മുതൽ ക്രീമുകൾ, മിക്സി, ട്രിമ്മർ വരെ താൻ തന്റെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വഴി വാങ്ങിക്കൊടുത്തതിന്റെ തെളിവുകളും തന്റെ പക്കലുണ്ട് എന്നും തങ്ങളുടെ യാത്രകളുടെയും ഒന്നിച്ചുള്ള ജീവിതത്തിന്റെ നിരവധി ഫോട്ടോകളും വീഡിയോകളും തന്റെ കയ്യിലുണ്ട് എന്നും രഞ്ജിത്ത് കൃഷ്ണൻ പറയുന്നു. കൂടാതെ ലക്ഷക്കണക്കിന് രൂപയാണ് തന്റെ കയ്യിൽ നിന്നും പല ആവശ്യങ്ങളും പറഞ്ഞ് ആര്യയും കുടുംബവും മേടിച്ചെടുത്തത് എന്നും എന്നാൽ ബന്ധം വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊന്നും തിരിച്ചു നൽകാനുള്ള താല്പര്യം കാണിച്ചില്ല എന്നും വളരെ കുറച്ച് പൈസ മാത്രമേ തിരികെ നൽകിയുള്ളൂ എന്നും രഞ്ജിത്ത് പറയുന്നു. നിരവധി ഇൻവെസ്റ്റേഴ്സ് ഉള്ള വലിയൊരു ബിസിനസ്സിലെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് താൻ എന്നും അതുകൊണ്ടാണ് താൻ തന്റെ മുഖം കാണിച്ചുകൊണ്ട് മീഡിയയ്ക്ക് മുൻപിൽ വരാത്തതെന്നും രഞ്ജിത്ത് കൃഷ്ണൻ പറയുന്നു. തന്റെ ബാങ്കിൽ വിദ്യാഭ്യാസ ലോണിന്റെ ആവശ്യത്തിനായി വന്നപ്പോഴാണ് ആദ്യമായി താൻ ആര്യയെ പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് പ്രണയമായി മാറി. ആര്യയ്ക്ക് ആവശ്യങ്ങളുള്ള നിരവധി സാധനങ്ങൾ ആര്യ തന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ബന്ധം മുന്നോട്ട് വളർന്നപ്പോൾ തന്റെ വീട്ടുകാരും ആര്യയുടെ വീട്ടുകാരും ചേർന്ന് അത് ഉറപ്പിച്ചതാണ് എന്നും രഞ്ജിത്ത് കൃഷ്ണൻ പറയുന്നു. ആദ്യം ആര്യയുടെ കുടുംബം തനിക്ക് നൽകാനുള്ള പണത്തിൽ 10 ലക്ഷം രൂപ തിരികെ തരാമെന്ന് പറഞ്ഞു. എന്നാൽ വെറും 4 ലക്ഷം രൂപയാണ് തിരികെ തന്നത്. പിന്നീട് പല മുട്ടുന്യായങ്ങളും പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. 2 ലക്ഷം വീതം പതുക്കെ തരാമെന്ന് പറഞ്ഞെങ്കിലും അതും ഉണ്ടായില്ല എന്നും രഞ്ജിത്ത് പറയുന്നു. അത് കഴിഞ്ഞ് രഞ്ജിത്ത് പൈസയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇനി ഞങ്ങൾക്ക് പൈസ തരാൻ താല്പര്യമില്ല എന്നും ഇനിയും പൈസയ്ക്ക് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും രഞ്ജിത്ത് പറയുന്നു. ഒരു പെൺകുട്ടിയല്ലേ, അവരുടെ അഭിമാനത്തെയും തന്റെ പ്രൈവസി പരിഗണിച്ചു. മീഡിയേറ്ററുടെ സഹായത്തോടെ പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതി. എന്നാൽ അവർ അതിന് തയ്യാറായില്ല എന്ന് രഞ്ജിത്ത് പറയുന്നു. ആര്യ ഇപ്പോൾ തനിക്ക് രഞ്ജിത്തുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന പല തെളിവുകളും രഞ്ജിത്ത് കാണിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നും താൻ ആര്യയ്ക്ക് വാങ്ങിയ സാധനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ മാധ്യമത്തിന് മുൻപിൽ രഞ്ജിത്ത് വെളിവാക്കുന്നുണ്ട്. അതിന്റെ വീഡിയോയും താരം പങ്കുവെക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയല്ലേ, അവളുടെ ജീവിതത്തിൽ പ്രശ്നം വേണ്ട എന്ന് കരുതിയാണ് ഇത്രയും നാൾ താൻ ക്ഷമിച്ചതെന്നും എന്നാൽ അവർ തന്നോട് കളിയാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് എടുത്തതെന്നും രഞ്ജിത്ത് പറയുന്നു. എന്നാൽ ആര്യ ഈ ആരോപണങ്ങളെല്ലാം എതിർക്കുകയാണ് ഉണ്ടായത്. തന്റെ അച്ഛനുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിലുള്ള ശത്രുതയിൽ തന്നെ കരുവാക്കുകയാണ് എന്നും തനിക്ക് ഈ വ്യക്തിയെ യാതൊരുവിധ പരിചയവുമില്ല എന്നാണ് ആര്യ പറയുന്നത്. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആര്യ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റും പങ്കുവച്ചിരുന്നു. താൻ കഴിഞ്ഞ 4 വർഷമായി മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നും ആ വ്യക്തിയെ തന്നെയാണ് താൻ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നും ആര്യ പറയുന്നുണ്ട്. അത് തന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ആര്യ പറയുന്നു. ഇതിനും രഞ്ജിത്തിന് മറുപടി പറയുന്നുണ്ട്. എന്നാൽ താനുമായുള്ള ബന്ധം അവസാനിച്ചതിന് ശേഷം ആ ഇടവേളയിൽ വന്ന ആളാണ് ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തിയെന്നും രഞ്ജിത്ത് അഭിമുഖത്തിൽ പറയുന്നു. ആര്യ ഇതിനെ എതിർക്കുന്നതിന്റെ കാരണം ആര്യയ്ക്ക് അതല്ലാതെ ഇപ്പോൾ മറ്റൊരു വഴിയുമില്ല എന്നതാണ്. അവർക്ക് തന്റെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം താൻ നൽകാമെന്നും അതോടൊപ്പം ഈ കേസും അവസാനിപ്പിക്കാമെന്നും രഞ്ജിത്ത് കൃഷ്ണൻ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ പൊതുവെ രഞ്ജിത്തിന്റെ വാക്കുകൾക്കാണ് പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ വരുന്നത്. മിക്കവാറും ആര്യയ്ക്ക് നേരെ അധിക്ഷേപങ്ങളും ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ വെളിവാകും.